വീണ്ടും വാർത്തകളിലേക്ക്. ജസ്ന തിരോധാന കേസിൽ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് നിർദ്ദേശം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം സിബിഐ പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. അലമീൻ നൽകും വിശദാംശങ്ങൾ. അലമീൻ, ജസ്ന തിരോധാന കേസിൽ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജസ്ന തിരോധാന കേസിൽ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം CJM കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അലമീൻ നൽകും വിശദാംശങ്ങൾ. അലമീൻ, എന്താണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ജസ്ന തിരോധാന കേസിൽ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം CJM കോടതിയുടേതാണ് നിർദ്ദേശം. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം സിബിഐ പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അലമീൻ നൽകും വിശദാംശങ്ങൾ. അലമീൻ, എന്താണ് കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ ഹർജിയിൽ? ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണം തൃപ്തികരമല്ല എന്നും ശരിയായ ദിശയിൽ അന്വേഷണം നടന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് ഇന്ന് കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ തിരുവനന്തപുരം CJM കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ജസ്നയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തി എന്നുള്ളതായിരുന്നു പിതാവ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അത്തരമൊരു വസ്ത്രം കണ്ടെടുത്തിട്ടില്ല എന്ന് CBIയുടെ അഭിഭാഷകനും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത തേടുന്നതിന് വേണ്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മാസം 19 കേസ് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ CBIയുടെ ഭാഗത്തുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് പിതാവ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചപ്പോൾ ആ വാദങ്ങളെല്ലാം നിരസിക്കുന്ന റിപ്പോർട്ടാണ് CBI കോടതിയിൽ സമർപ്പിച്ചത്. CBI ചോദ്യം ചെയ്തപ്പോഴൊന്നും തന്നെ പറയാത്ത കാര്യങ്ങളാണ് പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഒരു തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും CBI കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഈ രക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തു എന്നും കണ്ടെടുത്തില്ല എന്നുമുള്ള ഒരു വാദം വന്നപ്പോൾ അതിനൊരു വ്യക്തത നൽകുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ച് ഈ മാസം 19 കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അന്ന് എന്ത് നിലപാടായിരിക്കും ഈ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുക എന്നുള്ളതും അതിന് എതിരായിട്ട് എന്ത് വാദമായിരിക്കും ജസ്നയുടെ പിതാവ് ഉന്നയിക്കുക എന്നുള്ളതും ഈ കേസിൽ ഏറെ നിർണായകമാകും. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.